ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടക്കത്തിൽ തന്നെ ഏറ്റവും അധികം വെറുപ്പിച്ച് ഗെയിം കളിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ അനീഷ്. എന്നാൽ ഇന്ന് ഓരോ ദിവസം കഴിയും തോറും അനീഷിൻ്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു മത്സരാർത്ഥിയായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ അനീഷ്. പറയാതെ വയ്യ. അനീഷിൻ്റെ ബിഗ് ബോസ് വീട്ടിലെ വാർച്ച എന്ന് പറയുന്നത് ഇന്നലെ അനീഷിനെ കുറിച്ച് വളരെ വ്യക്തമായി സംസാരിച്ച ഒരാളുണ്ട്. അതായത് ഇന്നലത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ അഭിലാഷ് ഉണ്ടല്ലോ, അനീഷിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ ഓരോന്നും സത്യമാണ് കേട്ടോ. ഇവിടെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കിച്ചണിൽ പാത്രം കഴുകാത്തതും അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിനായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അനീഷ് ഈ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റൻ ആയതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. അനീഷിൻ്റെ ശൈലിയും രീതിയൊക്കെ കുറച്ച് വ്യത്യസ്തമാണ്. എന്നാലും അനീഷ് വന്നതിന് ശേഷം അവിടെ ആ മാറ്റം കാണാനുണ്ടെന്നാണ് നമ്മുടെ അഭിലാഷ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ നെവിനും പറഞ്ഞു, അതൊരു പോയിൻ്റാണ്. നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യം ക്യാപ്റ്റനായ ആളാണ് അനീഷ്. ഇപ്പോഴും അനീഷ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ എന്ന് നമ്മുടെ നെവിൻ പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസിൻ്റെ ഒരു ലെറ്റർ വന്നാലോ ടാസ്ക് വന്നാലോ വീട്ടിലുള്ള മറ്റ് സാധനങ്ങൾ വന്നാലോ ആദ്യം ഓടി എത്തുന്നത് നമ്മുടെ അനീഷാണ്. അതുപോലെ ആരെങ്കിലുമൊക്കെ സമയം കഴിഞ്ഞും കിടന്നുറങ്ങുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചുണർത്തുന്നതും നമ്മുടെ അനീഷാണ്. അങ്ങനെ എല്ലാം ഓൾ ഇൻ ഓൾ ആയിട്ട് അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. മറ്റൊരു കാര്യം, അനീഷിന് എത്ര തന്നെ ദേഷ്യം വന്നാലും വളരെ കൺട്രോൾഡായിട്ടാണ് കാര്യങ്ങൾക്ക് സംസാരിക്കുന്നത് കേട്ടോ. ചില സമയത്ത് മരക്കഴുതേ അതുപോലെ മരമണ്ട അങ്ങനെയൊക്കെ വിളിക്കുന്നതല്ലാണ്ട് ആരെയും ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും നമ്മുടെ അനീഷ് സംസാരിച്ചിട്ടില്ല. മാക്സിമം തെറി എന്ന് പറയുന്നത് ചെറ്റത്തരം എന്നാണ് മാത്രം കേട്ടോ. അതാണെങ്കിൽ ആകെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഷാനവാസിൻ്റെ അടുത്ത് മാത്രമാണ്. പിന്നെ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നല്ല റെസ്പെക്റ്റോട് കൂടിയാണ് നമ്മുടെ അനീഷ് സംസാരിക്കുന്നത്. ഏതെങ്കിലും അവസരത്തിൽ അനീഷിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ അനീഷ് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗെയിമാണ് അനീഷ് ഇവിടെ കളിക്കുന്നത് എന്ന് വാസ്തവം. വേറൊരു കാര്യം, മിക്ക ടാസ്ക് വരുമ്പോഴും ജഡ്ജായിട്ട് നമ്മുടെ അനീഷിനെയാണ് തിരഞ്ഞെടുക്കുന്നത്. ബിഗ് ബോസ് വീട്ടിലെ എതിരാളികൾക്ക് പോലും അറിയാം അനീഷ് സത്യസന്ധനാണ്, കള്ളം പറയത്തില്ല, ചതിക്കത്തില്ല, വിശ്വസിക്കും. പിന്നെ വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും അടിപൊളിയാണ്. എന്തൊരു കാര്യവും നിഷ്പക്ഷമായിട്ട് തന്നെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും അനീഷിനെ ജഡ്ജാകാൻ തന്നെ താല്പര്യം കാണിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അനീഷിന് ഫേവറേറ്റിസം ഇല്ല കേട്ടോ, എല്ലാവരും ഒരുപോലെയാണ്. ഇതിന് ഒരു തെളിവാണ് നമ്മുടെ സർക്കസ് ടാസ്കിലൊക്കെ നമ്മുടെ റിംഗ് മാസ്റ്ററായിട്ട് നിന്നിട്ട് അതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റെന ഫാത്തിമയെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തത്. കാരണം ആരും പ്രതീക്ഷിച്ചില്ല നമ്മുടെ അനീഷ് റെന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്യുന്ന, ആരും പ്രതീക്ഷിച്ചില്ല. അതാ പറഞ്ഞത്, നമ്മുടെ അനീഷ് വളരെ നിഷ്പക്ഷമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നത്. ഇത്രയും നാളായിട്ട് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാവാതെ ഒറ്റയ്ക്ക് നിന്ന് വളരെ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരു ഏക കണ്ടസ്റ്റൻറ്റ് തന്നെയാട്ടോ നമ്മുടെ ഈ അനീഷ്.